നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. കണ്ണിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഗ്ലാസ് ഇട്ടുള്ളത്, അല്ലാതെ ജാടയല്ല. പറയാൻ പോകുന്നത് MT വാസുദേവൻ നായർ എന്ന് പറയുന്ന മലയാള സിനിമയുടെ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിലെ കുലപതി എന്ന് ചില അറിവില്ലാത്തവർ വിശേഷിപ്പിച്ച ആ മനുഷ്യനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത കാലങ്ങളിൽ നടന്നുപോയ ഒരു കറുത്ത അധ്യായത്തെ രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആ പുസ്തകം രചിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് തിരക്കഥകൾ എഴുതിയ ടി ദാമോദരന്റെ മകൾ ദീദി ദാമോദരനാണ്. ആരാണ് ദീദി ദാമോദരൻ എന്ന് ചോദിച്ചാൽ അവര് ഒരു WCC എന്ന് പറയുന്ന ഒരു വുമൺ സംഘടനയുടെ സ്ഥാപകയിൽ ഒരാളാണ്. ദീദി ദാമോദരൻ എഴുത്തുകാരിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പുസ്തകം, അവരെഴുതിയ പുസ്തകത്തിന്റെ പേര് MT ബഹിഷ്കൃതയുടെ 6ാം വിരൽ എന്നാണ്. അങ്ങനെ ഒരു പുസ്തകം അവർ രചിക്കാൻ കാരണം MTയുടെ ആദ്യ ഭാര്യയായ പ്രമിള നായർ, അവർക്ക് ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ പേര് സിത്താര എന്നാണ്. അപ്പോ ഈ പ്രമിള നായർ വളരെ ശക്തമായി എഴുതുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു. അവരുടെ എഴുത്തൊന്നും പുറം ലോകം കാണാൻ MT വാസുദേവൻ നായർ അനുവദിച്ചിരുന്നില്ല. മാത്രവുമല്ല MT വാസുദേവൻ നായരുടെ പല തിരക്കഥകളിലും വന്നുപോകുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ഈ പ്രമിള നായരുടെ മുഖഭാവം ഉണ്ടായിരുന്നു, മുഖഭാവമായിരുന്നു ആ നടിമാർക്കെല്ലാം എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു സ്ത്രീകളെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ ശ്രീ MT വാസുദേവൻ നായർ മിടുക്കനായിരുന്നു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ പുസ്തകം പുറം ലോകം അറിയരുതെന്നും ഈ പുസ്തകം ബഹിഷ്കരിക്കണമെന്നും ഇത് പുറത്തിറങ്ങാൻ പാടില്ല എന്നുമാണ് MT വാസുദേവൻ നായരുടെ മകൾ അശ്വതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത്. എനിക്ക് അശ്വതിയോട് പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്? നിങ്ങളെ അച്ഛൻ അത്ര വലിയ പുണ്യാളനായിട്ടുള്ള മനുഷ്യനാണ് എന്ന് മലയാളികൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് നായന്മാർക്ക് തോന്നുന്നുണ്ടായിരിക്കും, നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കും. അത് സ്വാഭാവികം, നിങ്ങൾക്ക് അങ്ങനെ തോന്നണം. കാരണം എല്ലാ മക്കൾക്കും അച്ഛന്മാർ അവരുടെ ഹീറോയാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് അത് അവകാശപ്പെടാം, നിങ്ങൾക്ക് കിടന്ന് കരയാം, നിങ്ങൾക്ക് ബഹളം വെക്കാം. പക്ഷേ സത്യം അതല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. കാരണം MT വാസുദേവൻ നായർ ഒരു അയാൾക്ക് പ്രശസ്തി നേടാൻ വേണ്ടി തെണ്ടിത്തരത്തിന്റെ ഏതറ്റം വരും പോകുന്ന ഒരു കൂലി എഴുത്തുകാരനാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് അവർ. മറ്റുള്ളവരെ കള്ളുകുടിപ്പിച്ച് അവരുടെ കഴിവ് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ മറ്റുള്ള ആളുകൾക്ക് അവരവരുടെ കുടുംബത്തിലെ സ്ത്രീകളെ കാഴ്ചവെക്കുകയോ ഒന്നും ചെയ്യാത്ത വളരെ പരമപവിത്രമായ ഒരു കുലമാണ് വിശ്വകർമ്മ എന്ന് പറയുന്നത്. ആ കുലത്തിൽ പിറന്ന പെരുന്തച്ഛൻ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ഒരു കഥാപാത്രത്തെ എടുത്ത് ഇവിടെ മോശമായി ചിത്രീകരിക്കുകയും ഇന്നും കുട്ടികൾ ആ കഥ സ്കൂളിൽ പഠിക്കുകയും പെരുന്തച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മകനെ കൊന്ന ഒരു അച്ഛനാണ് എന്ന് വരുത്തി തീർത്ത ഒരു ഭൂലോക നാറിയാണ് ശ്രീ MT വാസുദേവൻ നായർ എന്നുകൂടി ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പോ ഓരോ ആശേരിമാരുടെ കുടുംബത്തിലും ഓരോ ആൺമക്കൾ അനുഭവിക്കുന്ന വേദന അശ്വതി ഒന്ന് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ കമ്മ്യൂണിസത്തിന് കർമ്മയില്ല, ഒരു മാങ്ങാത്തൊലി ഇല്ല എന്നാണല്ലോ ഇവിടെ വിളിച്ചു പറയും. ഒക്കെ മനുഷ്യന് മതമില്ല, ജാതിയില്ല എന്നൊക്കെ പറയും ചെയ്യും. എന്നിട്ട് ഈ നായന്മാരെ പോലെയുള്ള ആളുകൾ എന്തെങ്കിലും എഴുതി അതിന്റെ ഒപ്പം നായർ എന്ന് പേര് വെക്കുകയും അവര് പിന്നെ ഒരു കുലപതികളായി മാറുന്ന ഒരു സമ്പ്രദായമാണ് കേരളത്തിലെ കമ്മ്യൂണിസം എന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ജാതി ഇല്ലാത്തവരാണെങ്കിൽ MT വാസുദേവൻ എന്ന് മാത്രം വെക്കേണ്ടതായിരുന്നു. പക്ഷെ അതെല്ലാം വെച്ചത് MT വാസുദേവൻ നായർ എന്നാണ് വെച്ചത്. ആ നായർ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ബുക്കുകൾ ഒരുപാട് വിറ്റഴിഞ്ഞു പോകുമായിരുന്നു ആ കാലത്ത്. അങ്ങനെയാണല്ലോ പൊതുവെ ജാതി സ്പിരിറ്റുള്ള ആളുകൾ എല്ലാം തന്നെ ആ ബുക്ക് വാങ്ങി വായിക്കും. അല്ലാതെ MT വാസുദേവൻ നായർ ആരുടെയും നന്മ ആഗ്രഹിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകദുഷ്ടനായിരുന്നു ചന്തു. ആ ചതിയൻ ചന്തുവിനെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു കഥ എഴുതി, വടക്കൻ വീരകഥ. അപ്പോ ദുഷ്ടന്മാരെ വെളുപ്പിക്കുകയും നല്ല മനുഷ്യരെ മോശമാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു നെറികെട്ട എഴുത്താണ് ശ്രീ MT വാസുദേവൻ നായരുടെ. അദ്ദേഹത്തിന്റെ മുഖഭാവം നോക്കിയാൽ അറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോഴറിയാം ഇത്രയും നന്മ നിറഞ്ഞൊരു മനുഷ്യന്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സദസ്സ് തന്നെ മങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിലുള്ളത്. ഏത് സദസ്സായിക്കോട്ടെ, അദ്ദേഹത്തിന് ആരോടൊക്കെ എന്തൊക്കെയോ ദേഷ്യമുള്ളത് പോലെയാണ് ആ ഒരു
മുഖത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. അപ്പോൾ ദീദി ദാമോദരനോട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം അവർ ഈ ഒരു പുസ്തകം എഴുതാൻ കാണിച്ച ആ ഒരു ധൈര്യത്തെ ഞാൻ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം MT വാസുദേവൻ നായർ ഭയങ്കരമായ ഒരു മനുഷ്യനാണെന്നും അയാൾ നല്ലവനാണെന്നും ഒക്കെ ഇവിടെ എഴുതി പിടിപ്പിക്കാൻ ഒരുപാട് പേരുണ്ട്. എന്നാൽ അയാൾ ചെയ്ത തോന്നിവാസങ്ങളെ വരച്ചു കാട്ടാൻ ധൈര്യം കാണിച്ച ദീദി ദാമോദരനാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സാഹിത്യത്തിലെ സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ പുസ്തകം തഴയപ്പെടേണ്ടതല്ല, മാറ്റി നിർത്തപ്പെടേണ്ടതല്ല, അത് ജനം വായിക്കേണ്ട പുസ്തകമാണ്. MTയുടെ മകളടക്കമുള്ള ആൾക്കാർക്ക് വേദനയുണ്ടെങ്കിൽ അത് MTയുടെ കർമ്മബലമാണ് എന്ന് വിശ്വസിച്ച് അത് സഹിച്ച് ജീവിക്കുക എന്ന് മാത്രമേ പറയാറുള്ളൂ. പെരുന്തച്ഛന്റെ ശാപമാണത്, പെരുന്തച്ഛൻ കുലത്തിന്റെ ശാപമാണ് MT വാസുദേവൻ നായർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവിടെ പെരുന്തച്ഛൻ കുലത്തിലുള്ള ആരെങ്കിലും വന്ന് ഇതുപോലെ ഇരുന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഒരാളും ഉണ്ടാവില്ല. കാരണം നായന്മാരുടെ കാര്യം പറയുമ്പോൾ ആണ് ഇവിടെ ആൾക്കാർ കാണാനും കേൾക്കാനും ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ക്യാമറകളും ലൈറ്റുകളും ഇന്റർവ്യൂസുകളൊക്കെ അവരുടെ അണ്ണാക്കിലേക്കും മുഖത്തേക്കും മാത്രം അടിക്കാനാണ് ഇവിടുത്തെ ആളുകൾക്ക്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പിറന്നവരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ താല്പര്യം ഇത്തരത്തിലുള്ള നായന്മാരുടെയും നമ്പൂതിരിമാരുടെയും കഥ കേൾക്കാനാണ്. പാവപ്പെട്ട പെരുന്തച്ഛൻ കുലത്തിന്റെ കഥ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. അവരെ ഇപ്പോഴും സമൂഹം അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാലയങ്ങളിൽ അവരെ അടിച്ചമർത്തുന്ന കഥകൾ ഇപ്പോഴും പഠിപ്പിക്കുന്നു ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ എന്നും പാഠപുസ്തകത്തിൽ നിന്ന് ആ പേജ് അല്ലെങ്കിൽ ആ കഥ എടുത്തു മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ, ആ കുലത്തിലുള്ള ആളുകൾ വീണ്ടും പറയുന്നു, വേദനിക്കുന്ന അത്രയൊന്നും ഈ പറയുന്ന MT വാസുദേവൻ നായരുടെ മകൾ അശ്വതി വേദനിക്കുന്നില്ല. ഇനി വേദനിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് അനുഭവിക്കണം എന്ന് മാത്രമേ പറയാറുള്ളൂ. ദീദി ദാമോദരന്റെ പുസ്തകത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു. ആ പുസ്തകം കേരളത്തിൽ വലിയ തോതിൽ വിറ്റുപോകേണ്ട പുസ്തകമാണ്. ഇത്തരത്തിലുള്ള ദുഷ്ടന്മാരുടെ കഥകൾ ജനം വായിച്ചറിയണം. ജ്ഞാനപീഠം അവാർഡ് MTക്ക് കൊടുത്തത് തന്നെ ഏറ്റവും വലിയ തോന്നിവാസമാണ് എന്നുകൂടി പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു. ആ പ്രമിള നായരുടെ ശാപം അല്ലെങ്കിൽ പെരുന്തച്ഛന്റെ ശാപം ഇവരുടെ കുടുംബത്തിന് എന്നും നിലനിൽക്കും. മാത്രമല്ല അശ്വതി പറഞ്ഞ മറ്റൊരു കാര്യം, ഇത് ഇനി എഴുതപ്പെടും, ഇത് മറ്റൊരു രീതിയിൽ എഴുതപ്പെടും, ചരിത്രമാവും, ആവണം. MT വാസുദേവൻ നായരുടെ തോന്നിവാസങ്ങൾ ചർച്ചയാവണം. കാരണം അയാൾ അത്രയധികം മറ്റുള്ള കുലത്തെ അപമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദീദി ദാമോദരന് എല്ലാവിധ പിന്തുണകളും ദൈവം അനുഗ്രഹിക്കട്ടെ അവരെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.